വെൽക്കം ബാക്ക്. ഞാനിന്ന് പറയാൻ പോകുന്നത് റൊണാൾഡോ ഫാൻ ആയത് തന്നെ പോർച്ചുഗൽ VS അർമേനിയ മാച്ചാണ്. എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ അറിയിക്കണം കേട്ടോ. അടിപൊളിയാണെന്ന് ഇതിൽ കമൻറ്റ് ബോക്സ് ആഡ് ചെയ്തിനി. അത് എന്തോ അറിയില്ല, എന്തോ പോയിണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ആദ്യം അത് ഒന്ന് വെള്ള കളർ ആക്കുക. ആ ലൈക്ക് ബട്ടൺ വെള്ള കളറാക്കുക. പിന്നെ ഞങ്ങൾ പറയാൻ പോകുന്നത് പോർച്ചുഗൽ അർമേനിയ. സ്കോർ 5-0. ഫസ്റ്റ് ഹാഫിൽ 3 ഗോളും സെക്കൻഡ് ഹാഫിൽ 2 ഗോളാണ്. ആർക്കെയും ഗോൾ പ്രകടനം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫിൽ ഒരു 21-ാം മിനിറ്റിൽ ജോയ ഫിലിക്സിൻ്റെ ഒരു ഗോളുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളൊരു ഗോളാണ്. എന്നാലും അടിപൊളി പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ച ജോയ ഫിലിക്സ്. പിന്നുള്ളത് 21-ാം മിനിറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഗോളാണ്. അടിപൊളി എന്ന് പറയാം, എന്നാലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 40 വയസ്സായി, എന്നാലും അങ്ങനെ ഗോൾ ഇട്ടാലും പക്ഷെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം വിധിൻ്റെ ഇതാണല്ലോ, വിധിക്ക് എഴുതിയതാണ്. അതുകൊണ്ട് അടിപൊളി പറയാനുണ്ട്, എന്നാലും ചെറുങ്ങനെ പറയാനുള്ളൂ. പിന്നുള്ളത് വീണ്ടും ജയോ ഫിലിക്സ് അല്ല, ജയ കൻസേലോ 31-ാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോളും കൂടി പിറന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 3-0 എന്ന നില അവസാനിക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 40-ാം മിനിറ്റ് അടിപൊളി ഗോള്. അദ്ദേഹം 40-ാം വയസ്സിൽ അടിച്ച ഏറ്റവും അടിപൊളി ഗോളാണ്. ഇത് സോഷ്യൽ മീഡിയകളിൽ അത്ര ചർച്ച ചെയ്തില്ല, എന്നാൽ ചില യൂട്യൂബേഴ്സ് അത് വിറ്റിട്ടുമുണ്ട്. അങ്ങനെ ഒരു അടിപൊളി ഗോളിലൂടെ തന്നെയാണ് അത് കലാശിക്കുന്നത്. 4-0 അടിപൊളി പ്രകടനമാണ് റൊണാൾഡോ ആ ഒരു ഗോളിലൂടെ കാഴ്ചവെച്ചത്. പിന്നെ ഒരു 5ാമത്തെ ഗോൾ ജോയോ ഫിലിക്സിൻ്റെ തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത ഒരു ഗോൾ തന്നെ നമുക്ക് അതിനെ പറയാം. അങ്ങനെ ആ ഒരു ഗോളിലൂടെ അഞ്ചാം സ്കോറിലെത്തിയിരുന്നു. 61-ാം മിനിറ്റിലാണ് ആ ഗോൾ അടിച്ചത്. അപ്പം ഇതാണ് ഫുൾ ടൈം അർമേനിയയും പോർച്ചുഗലും തമ്മിലുള്ള മാച്ച്. അത് എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്ത വീഡിയോ ഞാൻ ആക്കി വിടുന്നത് അടുത്ത ക്വാളിഫയേഴ്സ് മാച്ച് ഉണ്ടല്ലോ, വേറൊരു മാച്ച് ഉണ്ടല്ലോ. വേറൊരാളുണ്ട്, ഹംഗറി ആണോ അയർലൻഡ് ആണോ എനിക്കറിയില്ല. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ബൈ ബൈ.